ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷനിലെ ചാപ്റ്റർ 5ഉം 6ഉം അത്യാവശ്യം എളുപ്പമാണ് കേട്ടോ. ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആ കുട്ടികൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവണേ. ലാസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ 4, 5, 6 ഒക്കെ അത്യാവശ്യം എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഈ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര ടെൻഷനായിട്ട് കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്യൂഷനിലെ കുട്ടികളാണെങ്കിലും പറയുന്നുണ്ട് വെച്ചാൽ ടെൻഷൻ ആവണു, ഇതിലാണ് ഏറ്റവും കൂടുതൽ സപ്ലി കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനിത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അത് നിങ്ങൾ എന്താ പറയുക, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അത് ടെൻഷൻ അടിക്കേണ്ട. ലാസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ ഈസിയാണ്, നിങ്ങൾക്ക് വീഡിയോ കണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ വളരെ കൂളായിട്ട് തന്നെ പഠിക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷൻ്റെ വീഡിയോസ് ഇടും. റിവിഷൻ മീൻസ് 2 മാർക്ക്, മൊത്തം 2 മാർക്ക് ഷോർട്ടസ് എസ്സേ, അതൊക്കെ ഒന്നും കൂടി കണ്ടാൽ തന്നെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 6 ചാപ്റ്റേഴ്സ് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് റിവിഷൻ വീഡിയോസ് കണ്ടിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ബാങ്കിങ്ങും EDPയും അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഏറ്റവും ആദ്യം കോർപ്പറേറ്റ് റെഗുലേഷൻ ഒന്ന് തീർത്ത് വീഡിയോസ് അപ്ലോഡിങ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സമാധാനമായില്ലോ, അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ബാങ്കിങ്ങിൻ്റെ EDPയുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 5 ആണ്. ഈ ഒരൊറ്റൊരു വീഡിയോയിൽ തന്നെ നമ്മൾ ചാപ്റ്റർ 5 കംപ്ലീറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. 5 ചാപ്റ്ററിൻ്റെ പേര് കമ്പനി മീറ്റിംഗ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കമ്പനി ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പലതരത്തിലുള്ള മീറ്റിംഗ്സ് കമ്പനിയിൽ നമുക്ക് കൂടേണ്ടി വരും. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്റേഴ്സിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ മീറ്റിംഗ്സ് എന്താണ് എന്ന് ആദ്യം എഴുതാം. When two or more than 2 persons get together at one place to discuss any common issue is called a meeting. എന്തെങ്കിലും ഒരു കോമൺ ഇഷ്യൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് 2 അതിലധികം ആളുകളോ ഇരുന്ന് ഒരു കോമൺ ഇഷ്യൂവിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു സ്ഥലത്തിരുന്ന് ചർച്ച നടത്തുന്നതിനെയാണ് നമ്മൾ മീറ്റിംഗ് എന്ന് പറയുന്നത്. കമ്പനി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സും കോൺട്രിബ്യൂട്ടറീസ് ഒക്കെ ഇരുന്നിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. കമ്പനിയുടെ വർക്കിങ്ങിനെ കുറിച്ച്, കമ്പനിയുടെ മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി, ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതാണ് കമ്പനി മീറ്റിംഗ്. സോ മീറ്റിംഗ്സ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓഫ് ദി ഡയറക്ടേഴ്സ് ഓർ ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓർ ദി കോൺട്രിബ്യൂട്ടറീസ് ആർ കോൾഡ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. സച്ച് മീറ്റിംഗ്സ് ആർ വൈറ്റ്ലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ മീറ്റിംഗ്സ് ഒന്നും കൂടാതെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പല സിറ്റുവേഷൻസിൽ ഡയറക്ടേഴ്സിൻ്റെ മാത്രം മീറ്റിംഗ് വരും, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മാത്രം മീറ്റിംഗ് ഉണ്ടാവും, ഇവരെല്ലാവരും കൂടി മീറ്റിംഗ് ഉണ്ടാവും. സോ കമ്പനിയുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിനെയാണ് കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്നത്. Then what are the characteristics of company meeting? എന്തൊക്കെയാണ് കമ്പനി മീറ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? മെയിനായിട്ട് 2 or more persons വേണം. 2 പേരൊക്കെ ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 2 അതിലധികമോ ആൾക്കാരാണ് നമ്മൾ മീറ്റിംഗ് എന്ന് പറയുക. ദ അസംബ്ലി ഓഫ് പേഴ്സൺസ് മസ്റ്റ് ബി ഫോർ ഡിസ്കഷൻ ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് സം ലോഫുൾ ബിസിനസ്. ഒരു എന്താ പറയുക, ലോഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൂടുന്നത്. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും നോട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യം, എന്തിനു വേണ്ടി മീറ്റിംഗ് കൂടുന്നു, ദെൻ എവിടെ വെച്ച്, പ്ലേസ്, ഡേറ്റ്, ടൈം എല്ലാം കൂടിയുള്ള നോട്ടീസ് ഇസ് വെരി എസെൻഷ്യൽ. ദെൻ മസ്റ്റ് ബി ഹെൽഡ് ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പാലിച്ചുകൊണ്ട് വേണം നമ്മളൊരു മീറ്റിംഗ് നടത്താനായിട്ട്. ഓക്കെ, സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി മീറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താണ് കമ്പനി മീറ്റിംഗ് എന്ന് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും ഇതിൽ 2 ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ്. നമുക്കത് ഷോർട്ടസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, ഇതേപോലുള്ള ടൈപ്സും കൈൻഡ്സും ഒക്കെ നമുക്ക് എപ്പോഴും ഷോർട്ടസേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് 2 മാർക്കിന് ചോദിക്കാം എന്നുള്ളത്. സോ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്, അതായത് കമ്പനിയുടെ ഓപ്പറേഷൻസ്, പോളിസി, സ്ട്രാറ്റജീനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി രണ്ടാമത്തെ കൈൻഡ് ഓഫ് മീറ്റിംഗിലേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ടേംസ് ഉണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് മീറ്റിങ്ങിനെ കുറിച്ചുള്ള 2 മാർക്ക് ടേംസ് ആണ്. അത് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ രണ്ടാമത്തേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. എന്താണ് അജണ്ട? ഇതൊക്കെ 2 മാർക്ക് സാധനങ്ങളാണ്. അജണ്ട റെഫേഴ്സ് ടു ദി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ഡിസ്കസ്ഡ് ഓർ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദ മീറ്റിംഗ്.
അതായത് നമ്മളൊരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്താണ് നമ്മുടെ മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ്, അതായത് ഇന്നിപ്പം നമ്മുടെ കമ്പനിയിലെ അടുത്ത ഓണം സെലിബ്രേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ടേൺ ഓവറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഒരാൾ റിട്ടയർ ആവുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വരാൻ പോകുന്ന മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ്സിൻ്റെ ലിസ്റ്റാണ് അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പങ്കെടുക്കാൻ പോകുന്നവർക്കൊക്കെ ഈ അജണ്ട കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് അല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ ഇന്ന കാര്യം പറയാം, അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അവർക്ക്. മനസ്സിലായി? ഹെൽപ്സ് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ആൻഡ് ഫോക്കസ് ഓൺ ദ കീ ഇഷ്യൂസ്. ഇതിൽ കീ ഏരിയാസ്, കീ ഇഷ്യൂസ് ഒക്കെ അവർക്ക് ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് മീറ്റിങ്ങിന് വരാനായിട്ട് മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ഈ അജണ്ട സഹായിക്കും. ഓക്കെ, അടുത്തത് കോറം എന്താണ്? കോറം ഇസ് ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ് ടു മേക്ക് ഇറ്റ് വാലിഡ്. നമ്മളൊരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ആളിൽ 2 ആൾ വന്നു കഴിഞ്ഞാൽ അതിനൊരു വാലിഡ് മീറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മൊത്തം ടോട്ടൽ ഡയറക്ടേഴ്സിൽ 1/3 ഡയറക്ടേഴ്സ് എങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സ് എങ്കിലും വേണം. Typically, it's 1/3 of the total directors or 2 directors, whichever is higher. ഇതിൽ ഏതാണ് ഹയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇപ്പോൾ മേ ബി ഒരു 3 ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ 1/3 ഓഫ് ദി ടോട്ടൽ ഡയറക്ടേഴ്സ്. ഇതിൽ ഏതാണ് ഹയർ അത്രയും ഡയറക്ടേഴ്സ് വേണം. അപ്പോൾ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ് ടു ബി പ്രസൻറ്റ് അറ്റ് എ മീറ്റിംഗ്, അതാണ് കോറം എന്ന് പറയുന്നത്, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് കേട്ടോ. അടുത്തത് ആരാണ് ചെയർപേഴ്സൺ? ചെയർപേഴ്സൺ ഈസ് ദ പേഴ്സൺ ഹു പ്രിസൈഡ്സ് ഓവർ ദി മീറ്റിംഗ് എൻഷുറിങ് ഇറ്റ് റൺസ് സ്മൂത്ത്ലി ആൻഡ് ഓർഡർലി. ഒരു മീറ്റിംഗ് കൃത്യമായിട്ട് ഓർഡർലി സ്മൂത്ത്ലി റൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനുള്ള അധികാരമുള്ള ഒരാളാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കഷനിലും ആ ഒരു ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരാളാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ഓഡിറ്റ് കമ്മിറ്റി? ഓഡിറ്റ് കമ്മിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഓവർസീയിങ് എ കമ്പനീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റിംഗ് ആൻഡ് ഇന്റേണൽ കൺട്രോൾസ്. നമ്മുടെ കമ്പനിയുടെ ഉള്ളിലെ ഇൻറ്റേർണൽ കൺട്രോൾസും ഓഡിറ്റിങ്ങും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സാണ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഓഡിറ്റിങ്ങിന് വന്നു, ഓഡിറ്റർ വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും മിക്ക സ്ഥാപനങ്ങളിലൊക്കെ. അത് അവരുടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയല്ലേ നടത്തിപ്പോണേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കമ്മിറ്റിയാണ്. അതിൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ കമ്പനിയുടെ പുറമേ നിന്ന് വന്നിട്ട് ചെക്ക് ചെയ്യണതാണ്. അത് കുറച്ച് എന്താ പറയുക സീരിയസ് ഓഡിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അടുത്തത് സെക്രട്ടറീസ് ഡ്യൂട്ടീസ് റിഗാർഡിംഗ് ബോർഡ് മീറ്റിംഗ്. നമ്മുടെ ബോർഡ് മീറ്റിംഗ് റിഗാർഡ് ചെയ്തിട്ട് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സെക്രട്ടറിക്ക് 1 റോൾ ഉണ്ട് കേട്ടോ മീറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ. ബിഫോർ മീറ്റിംഗ് ആൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ടു ഗിവ് എ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ടു ഈച്ച് ഓഫ് ദ ഡയറക്ടർ. വരാൻ പോകുന്ന എല്ലാ ഡയറക്ടേഴ്സിനും നോട്ടീസ് കൊടുക്കണം. ദെൻ അജണ്ട പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഡയറക്ടറാണ് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ഡയറക്ടർക്ക് നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അജണ്ട പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ടു ഹാവ് അവൈലബിൾ അറ്റ് ദ മീറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, റെക്കോർഡ്സ്, കറസ്പോണ്ടൻസ്. മീറ്റിങ്ങിന് വേണ്ട ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാ അറേഞ്ച്മെൻറ്റ്സും മേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതൊക്കെ നോക്കി നടത്തേണ്ടതായിട്ടുണ്ട്. ദെൻ ടു ഇഷ്യൂ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ദ ഓഡിറ്റേഴ്സ്, സോളിസിറ്റേഴ്സ് ആൻഡ് അതർ ഓഫീസേഴ്സ്. മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സിനൊക്കെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൂടി കൊടുക്കേണ്ട കടമ നമ്മുടെ ഡയറക്ടർക്ക് ഉണ്ട്. അപ്പം ഇത്രയും കാര്യം ബിഫോർ മീറ്റിംഗ് ആൾക്ക് ചെയ്യണം. അത് അറ്റ് ദ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഡയറക്ടർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടു അറ്റൻഡ് ദ മീറ്റിംഗ് ആൻഡ് അസിസ്റ്റ് ദ ചെയർമാൻ. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ചെയർമാന് വേണ്ട ഹെൽപ്പുകൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതേപോലെ ടു സെക്യൂർ സിഗ്നേച്ചർ ഓഫ് ദി ഡയറക്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റൻഡേഴ്സ് രജിസ്റ്റർ. അറ്റൻഡർ രജിസ്റ്റർ ഉണ്ടായിരിക്കും, അതിൽ വന്ന ഡയറക്ടേഴ്സിൻ്റെ സിഗ്നേച്ചർ വാങ്ങണം. പിന്നെ ടു അസർട്ടൈൻ ദ കോറം ആൻഡ് ഇൻഫോം ടു ദ ചെയർമാൻ. കോറം തികഞ്ഞിട്ടുണ്ടോ? കോറം നമ്മൾ നേരത്തെ 2 മാർക്കിന് പഠിച്ചിരുന്നു, മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ. അപ്പോൾ ആ ഒരു കോറം തികഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ചെയർമാനെ അറിയിക്കുക. ദെൻ നോട്ടീസ്, ടു റീഡ് ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഇഫ് റിക്വയർഡ്. നെക്സ്റ്റ് പോയിന്റ്, ടു റീഡ് ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ഇഫ് റിക്വയർഡ്. ആ ഒരു നോട്ടീസ് വായിക്കണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗിൽ വെച്ച് വായിച്ചു കൊടുക്കണം. ടു നോട്ട് ഡിസിഷൻസ് ടേക്കൺ അറ്റ് ദ മീറ്റിംഗിൽ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ മീറ്റിങ്ങിൻ്റെ സമയത്ത് ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ടുമുണ്ട്, ആഫ്റ്റർ ദി മീറ്റിംഗ് ആൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മിനിറ്റ്സ് തയ്യാറാക്കുക. നമ്മുടെ
മീറ്റിങ്ങിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ഡിസിഷൻസ് എടുത്തു, ആരൊക്കെ പങ്കെടുത്തു, അങ്ങനെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ലീഗൽ ഡോക്യുമെന്റ് കൂടിയാണത് കേട്ടോ. അപ്പോൾ ആ മിനിറ്റ്സ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. ആ ഒരു ഡയറക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇഫ് ഡിവിഡൻഡ് ഇസ് ഡിക്ലെയർഡ്, ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, ഇഷ്യൂ ഓഫ് റൈറ്റ് ഷെയർസ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഡയറക്ടറാണ്. അപ്പോൾ ഡയറക്ടർക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ആഫ്റ്റർ ദി മീറ്റിംഗ് ഉണ്ട്, അറ്റ് ദി മീറ്റിംഗ് ഉണ്ട്, ബിഫോർ ദി മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ സെക്രട്ടറിക്ക് മീറ്റിങ്ങിന് മുന്നും മീറ്റിങ്ങിന്റെ സമയത്തും മീറ്റിംഗ് കഴിഞ്ഞിട്ടും ഇത്രയും ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ട് എസ്സേ ഓർ എസ്സേക്കൊക്കെ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മീറ്റിംഗ് ആണ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്. ഈ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് തന്നെ 3 രീതിയിലുണ്ട്. ആനുവൽ ജനറൽ മീറ്റിംഗ്, AGM എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, EGM, ദെൻ ക്ലാസ് മീറ്റിംഗ്. ഈ 3 മീറ്റിംഗ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ 3 ടൈപ്പും അതിൽ വരുന്നുണ്ട് കേട്ടോ. സോ ഇത് മൊത്തമായിട്ട് നമ്മുടെ അടുത്ത് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ്? എ മാൻഡേറ്ററി മീറ്റിംഗ് ഹെൽഡ് വൺസ് എ ഇയർ ടു ഡിസ്കസ് കമ്പനി പെർഫോമൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. ചിലപ്പോൾ AGM മാത്രമായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നത്, അതാണ് പേര് ആനുവൽ. വർഷത്തിൽ ഒരിക്കൽ മാത്രം കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ നടത്തുന്ന മീറ്റിംഗ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ ഒരു മീറ്റിങ്ങിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? നോട്ടീസ് അയക്കണം. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നോട്ടീസ് അയക്കണം. അജണ്ട പ്രിപ്പയർ ചെയ്യണം. ഒരു റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ഓഡിറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് മീറ്റിങ്ങിന്റെ കാര്യം അറിയിക്കുക. ദെൻ അറേഞ്ച് വെന്യൂ ആൻഡ് ലോജിസ്റ്റിക്സ്, നമ്മുടെ എവിടെ വെച്ച് നടത്തണം, എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. ദെൻ ആ ഒരു കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ മീറ്റിംഗ് നടത്തുക. ഇനി അടുത്ത മീറ്റിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യം, കോറം തികഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക, മിനിറ്റ്സിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, ചെയർമാൻ അസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത് കേട്ടോ. ദെൻ ഷെയർ ഹോൾഡേഴ്സിന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കുക. സ്മൂത്ത് ആയിട്ട് തന്നെ വോട്ടിംഗ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടത്തുക. ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഡെക്കോറം, കൃത്യമായിട്ട് അവിടുത്തെയുള്ള എന്താ പറയുക, ഒരു ഡീസൻസി നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറയില്ലേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് വളരെ നല്ല രീതിയിൽ ആ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ആഫ്റ്റർ ദി മീറ്റിംഗ് മിനിറ്റ്സ് ഒന്ന് തയ്യാറാക്കുന്നു, നെസസറി ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്ത് വെക്കുന്നു, നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് റെസൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നു, ദെൻ ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഔട്ട്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ദെൻ അത് റിവ്യൂ ചെയ്യുന്നു. മീറ്റിംഗിന്റെ എഫക്റ്റീവ്നെസ് എല്ലാം തന്നെ റിവ്യൂ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ആഫ്റ്റർ ദി മീറ്റിംഗ് ചെയ്യണം. മുന്നത്തെ പോയിന്റ്സ് തന്നെ ഏകദേശം നമ്മൾ മുന്നേ പറഞ്ഞ ഒരു സാധാരണ ഒരു മീറ്റിംഗിലുള്ള സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്, ബിഫോർ ദ മീറ്റിംഗ്, അറ്റ് ദ മീറ്റിംഗ്, ആഫ്റ്റർ ദ മീറ്റിംഗ്, അതെങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗിലും സെക്രട്ടറിക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് മിക്സ് ചെയ്ത് എഴുതിയാൽ മതി നിങ്ങൾ, കുഴപ്പമില്ല. അടുത്തത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്. എൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി അതർ ദാൻ ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ഹെൽഡ് ടു ഡിസ്കസ് സ്പെസിഫിക് മാറ്റേഴ്സ് ഓഫ് അർജന്റ് ഇമ്പോർട്ടൻസ്. ഒരു എമർജൻസി കേസിലാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൂടുന്നത്. അർജന്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നമ്മൾ കൂടുന്നത്. മൂന്നാമത്തത് ക്ലാസ് മീറ്റിംഗ് ആണ്. ക്ലാസ് മീറ്റിംഗ് ഈസ് എ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ സ്പെസിഫിക് ക്ലാസ് സച്ച് ആസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് പറഞ്ഞത് വർഷത്തിൽ ഒരിക്കൽ കൂടുന്നതാണ്. ചിലപ്പോൾ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആ മീറ്റിംഗ് ആവണത് വരെ, ഇപ്പോൾ എല്ലാ മാർച്ചിലുമാണ് ആ മീറ്റിംഗ് എന്ന് വിചാരിക്കുക, എല്ലാ മാർച്ച് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ കൂടുന്ന മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. ക്ലാസ് മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നടത്തുന്ന മീറ്റിംഗ് ഉണ്ടാവും. അതിനെയാണ് ക്ലാസ്, ഡിഫറെൻറ്റ് ക്ലാസസ് ഓഫ് ഷെയർസ് ആണ് ഇത് രണ്ടും. അപ്പോൾ അവർ നടത്തുന്ന മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് പഠിച്ചു. രണ്ടാമത്തെ മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് പഠിച്ചു. അതിൽ തന്നെ 3 എണ്ണം ഉണ്ടായിരുന്നു: ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്. ഇനി മൂന്നാമത്തേതാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ്. എ മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇസ് കൺവേൺഡ് ബൈ ദ കമ്പനി ടു ഒബ്റ്റെയിൻ ദെയർ അപ്രൂവൽ ഫോർ മേക്കിംഗ് ചേഞ്ചസ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് കൂടുക. ഇനി അടുത്തത് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്.
അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഇസ് കൺവൈൻഡ് ബൈ ദ കമ്പനി ടു ഡിസ്കസ് ആൻഡ് അഗ്രി ഓൺ ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഡെപ്റ്റ് റീപേയ്മെന്റ്, ഇൻസോൾവൻസി, റീസ്ട്രക്ചറിങ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ടാവും, അല്ല അവരുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ റീപേയ്മെന്റ്, അതിൻ്റെ എന്താ പറയുക ഇൻട്രസ്റ്റ് പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ക്രെഡിറ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് കൂടുന്നത്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 ടൈപ്സ് ഓഫ് മീറ്റിംഗ് വരുന്നത്. ഡയറക്ടേഴ്സിൻ്റെ ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഉണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ ഉണ്ട് കേട്ടോ. അതിൽ ഷെയർ ഹോൾഡേഴ്സിൽ ഉള്ളിൽ തന്നെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്സ് എസ് എ വരാം, ഷോർട്ട് എസ് എ വരാം, 1 by 1 ആയിട്ട് 2 മാർക്കിനും ചോദിക്കാം. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്, എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ഇപ്പം നടന്ന മീറ്റിംഗ് പെർഫെക്റ്റ് ആണ്, അടിപൊളി മീറ്റിംഗ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ്സ് നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം പ്രോപ്പർ അതോറിറ്റി, തോന്നിയ ആൾക്കാർ നടത്താതെ പ്രോപ്പർ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺസോ നടത്തുന്ന മീറ്റിംഗ് ആയിരിക്കണം അത്. ദെൻ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ്, മീറ്റിങ്ങിനും 21 ദിവസം മുൻപെങ്കിലും കൃത്യമായിട്ടുള്ള ഡേറ്റും ടൈമും പ്ലേസും മെൻഷൻ ചെയ്തുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് നോട്ടീസ് കൈമാറിയിട്ടുണ്ടായിരിക്കണം. ദെൻ കോറം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു പ്രസന്റ് എ മീറ്റിംഗ് ആണ്. ഒരു മീറ്റിംഗ് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് വേണം, അതിനെയാണ് കോറം എന്ന് പറയുക. കോറം തികഞ്ഞില്ലെങ്കിൽ മീറ്റിംഗ് ക്യാൻസലായി പോവും. അത്തരം മീറ്റിങ്ങിനെ വാലിഡ് മീറ്റിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. ദെൻ നിർബന്ധമായിട്ടും ചെയർമാൻ വേണം മീറ്റിങ്ങിൽ. നമ്മൾ പറഞ്ഞിരുന്നു ഹെഡ് ഓഫ് ദ മീറ്റിംഗ് ആണ് ചെയർമാൻ എന്ന് പറയുന്നത്. ചെയർമാൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. മിനിറ്റ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. നമ്മൾ എന്താ പറയുക മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മീറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ബുക്കിനെയാണ്, ഒരു ഡോക്യുമെന്റിനെയാണ് മിനിറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആക്യുറേറ്റ് ആയിട്ട് കൺസൈസ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഡിസിഷൻസും ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളതും അവരുടെ സിഗ്നേച്ചറും ഡിസിഷൻസും എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ഇതൊരു ഫ്യൂച്ചർ എവിഡൻസിന് വേണ്ടി ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മിനിറ്റ്സ് ആണ് എടുത്ത് നോക്കുക, ഈ മിനിറ്റ്സിൽ ആരൊക്കെ വന്നു, എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു എവിഡൻസ് എന്നും പറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ മിനിറ്റ്സ് എന്താണ്, മിനിറ്റ്സിൻ്റെ യൂസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് റെക്കോർഡാണ്. നമ്മളതിൽ ആ മീറ്റിങ്ങിൻ്റെ ഡിസിഷൻസും ഡിസ്കഷൻസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണ്. എവിഡൻസ് ഇൻ കോർട്ടാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫോം ആബ്സെന്റ് മെമ്പേഴ്സ്. ഇപ്പോൾ അന്ന് മീറ്റിങ്ങിന് വരാൻ സാധിക്കാത്ത മെമ്പേഴ്സിന് ഈ മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. ദെൻ ലിങ്ക് ബിറ്റ്വീൻ മീറ്റിംഗ്സ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജനുവരിയിൽ ഒരു മീറ്റിംഗ് നടത്തി, ദെൻ ഫെബ്രുവരിയിൽ നമ്മൾ നടത്താൻ പോവാണ്. അപ്പം നമ്മൾ ഈ ജനുവരിയിൽ എന്തൊക്കെയാണ് മീറ്റിങ്ങിൽ സംസാരിച്ച്, ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് അവർക്ക് എടുത്തു നോക്കാം. അപ്പം 2 മീറ്റിങ്ങുകളുടെ ഒരു ലിങ്കായിട്ടും മിനിറ്റ്സ് ബുക്ക് പ്രവർത്തിക്കാറുണ്ട്. ദെൻ ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളൊരു സ്പീച്ചസിൻ്റെ ഒരു റെഫറൻസ് കൂടിയാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ വാലിഡ് പോയിന്റ് ആണ് വോട്ടിംഗ്. പല രീതിക്കുള്ള വോട്ടിംഗ് നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഇടയിൽ നടക്കാറുണ്ട്. വോട്ടിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ്, കൈകൾ ഉയർത്തിയിട്ട്, റേസിംഗ് ഹാൻഡ്സ്, കൈകൾ ഉയർത്തിയിട്ട് നമുക്ക് വോട്ട് ചെയ്യാം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ അടുത്ത ഒരു മെമ്പറായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാണ്, മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആരൊക്കെ ഇതിന് അനുകൂലിക്കുന്നുണ്ട്, ആരൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകൾ ഉയർത്തിയിട്ട് റേസ് ചെയ്തുകൊണ്ട് നമുക്കതിന് സപ്പോർട്ട് ചെയ്യാം, അല്ല അതൊരു കൈൻഡ് ഓഫ് വോട്ടിംഗ് ആണ്. 2ാമത്തത് വോട്ടിംഗ് ബൈ പോളാണ്. A formal method of voting where members cast their votes in their proportion to their shareholding or as per their voting right. അവരുടെ വോട്ടിംഗ് റൈറ്റ് പ്രകാരം അല്ലെങ്കിൽ അവർക്ക് എത്ര ഷെയർസ് ഉണ്ട് അത് പ്രകാരം വോട്ടിംഗ് രീതിയെ അപ്രോച്ച് ചെയ്യുന്നതാണ് വോട്ടിംഗ് ബൈ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ് ആണ്. ഓൺലൈനായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾ വോട്ടിംഗ് ചെയ്യുവാണെങ്കിൽ അതാണ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. ഇനി പോസ്റ്റൽ ബാലറ്റ് ഉണ്ട്. നമ്മൾ എഴുതിയിട്ട് ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എഴുതിയിട്ട് നമ്മളൊരു കത്ത് പോലെ ഇങ്ങനെ പോസ്റ്റ് വഴി അയക്കുന്നതിനെയാണ് പോസ്റ്റൽ ബാലറ്റ് എന്ന് പറയുന്നത്. പണ്ടത്തെ ഒരു രീതിയാണ്. ഇപ്പോൾ കൂടുതലും ഷോ ഓഫ് ഹാൻഡ്സ് അല്ലെങ്കിൽ വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസ് ഒക്കെയാണ് നടക്കുന്നത് കേട്ടോ. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോട്ടിംഗ് മെത്തേഡ്സ്. ഇതെല്ലാം കൂടി ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ വോട്ടിംഗ് മെത്തേഡ് എന്ന് ചോദിച്ചിട്ട് 2 മാർക്കിനും ചോദിക്കാം. 7ാമത്തത് എന്താണ് പ്രോക്സി? എ പേഴ്സൺ ഓതറൈസ് ടു വോട്ട് ഓൺ ബിഹാഫ് ഓഫ് എ ഷെയർ ഹോൾഡർ. ഒരു ഷെയർ ഹോൾഡർക്ക് പകരം
ഇപ്പോൾ ഷെയർ ഹോൾഡർ മീറ്റിങ്ങിന് പങ്കെടുക്കണമല്ലോ, അപ്പോൾ ആ ഷെയർ ഹോൾഡറിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ആ ഷെയർ ഹോൾഡർ നിയമിക്കുന്ന ഷെയർ ഹോൾഡർക്ക് പകരം വോട്ടിംഗ് പ്രോസസ്സിലൊക്കെ പങ്കെടുക്കാനും സഹായിക്കുന്ന ഷെയർ ഹോൾഡറിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രോക്സി. നമ്മൾ ഷെയർ ഹോൾഡർ അപ്പോയിന്റ് ചെയ്യാനും ഷെയർ ഹോൾഡറിന് പകരം വോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടറിഞ്ഞ് വരാൻ വേണ്ടിയിട്ടും ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഷെയർ ഹോൾഡർ അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് പ്രോക്സി. അപ്പം അതിന് വേണ്ടി ഒരു പ്രോക്സി ഫോം ഒക്കെ ഈ വ്യക്തിനെ കൊണ്ട് ഫില്ല് ചെയ്തിട്ടാണ് ഷെയർ ഹോൾഡർ ആളെ അപ്പോയിന്റ് ചെയ്യുന്നത്, ഒരു ഏജന്റ് പോലെ കേട്ടോ. അടുത്തത് റെസൊല്യൂഷൻ. നമ്മളൊരു മീറ്റിങ്ങിൽ നിർബന്ധമായിട്ടും റെസൊല്യൂഷൻ വേണം. റെസൊല്യൂഷൻ തന്നെ 3 ടൈപ്പ് ഉണ്ട്: ഓർഡിനറി റെസൊല്യൂഷൻ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ നോട്ടീസ്. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് എസ്സേ ചോദിക്കാം, എസ്സേക്കും ചോദിക്കാം, 2 മാർക്കിനും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓർഡിനറിയും സ്പെഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റെസൊല്യൂഷൻ എന്താണെന്നോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മീറ്റിങ്ങിൻ്റെ സമയത്ത് ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിലുണ്ടായ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്ന ഡിസിഷൻസിനെയാണ്, ഫൈനൽ ഡിസിഷൻസിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ഓർഡിനറി റെസൊല്യൂഷൻ ഉണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷനും ഉണ്ട് കേട്ടോ. ഓർഡിനറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ടു മെൻഷൻ സ്പെസിഫിക്കലി ഇൻ ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ദാറ്റ് ദ കമ്പനി ഈസ് ഗോയിങ് ടു പാസ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. ഇപ്പോൾ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ, അതായത് ഒരു പ്രോപ്പർ ഡിസിഷനെയാണ് ഉദ്ദേശിക്കുന്നത്, അത് എടുക്കാൻ പോവുകയാണെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ ആണെങ്കിൽ അത് നോട്ടീസിലൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണെങ്കിൽ അത് നോട്ടീസായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിന്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി എടുക്കാൻ പോവാണ്, അപ്പോൾ എന്തോ ഒരു മേജർ ഡിസിഷൻ കമ്പനി എടുക്കാൻ പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അടുത്തത് ഓർഡിനറി റെസൊല്യൂഷൻ ആണെങ്കിൽ റിക്വയർഡ് ഫോർ ഓർഡിനറി മാറ്റേഴ്സ്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എടുക്കുന്ന ഡിസിഷൻസ് ആണ് ഓർഡിനറി റെസൊല്യൂഷൻ. സ്പെഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിന് എടുക്കുന്നതാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഓർഡിനറി റെസൊല്യൂഷൻ ഇസ് പാസ്ഡ് ബൈ സിമ്പിൾ മെജോറിറ്റി ഓഫ് വോട്ട്സ്. ഇപ്പോൾ 10 ഒരു 2 പേര് സപ്പോർട്ട് ചെയ്താലും നമ്മളത് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 3/4 ഭാഗം ആൾക്കാരും നിർബന്ധമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. Ordinary resolution, the chairman of the meeting can use his decisive vote to decide an ordinary resolution if the votes cast in favor and against the resolution are equal. അപ്പോൾ ഇവിടെ നമ്മുടെ ചെയർമാനൊക്കെ ഇടപെട്ട് ഒരു ഡിസിഷനൊക്കെ എടുക്കാവുന്നതാണ് ഓർഡിനറി റെസൊല്യൂഷൻ്റെ കേസിൽ. സ്പെഷ്യൽ റെസൊല്യൂഷനിൽ ചെയർമാനൊന്നും ഇടപെടാനായിട്ട് പറ്റില്ല, മീൻസ് അങ്ങനെയൊന്നും പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. ദെൻ എ കോപ്പി ഓഫ് ഓർഡിനറി റെസൊല്യൂഷൻ നീഡ് നോട്ട് ബി ഫയൽ വിത്ത് ദ രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല, കാരണം കുഞ്ഞു കുഞ്ഞു മാറ്റേഴ്സിൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ് ഓർഡിനറി റെസൊല്യൂഷൻ. പക്ഷേ സ്പെഷ്യൽ റെസൊല്യൂഷൻ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണല്ലോ, പ്രത്യേകം നോട്ടീസൊക്കെ നമ്മൾ അതിന് അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡിസിഷൻ എടുത്ത് 30 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രാർക്ക് ഇത് ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം. റെസൊല്യൂഷൻ മീൻസ് ഡിസിഷൻസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് എസ്സേക്കൊക്കെ ചോദിക്കാം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ മൊത്തമായിട്ട് 2 മാർക്കിനോ എസ്സേക്കോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു ഇതാണ് റെസൊല്യൂഷൻ റിക്വയറിംഗ് സ്പെഷ്യൽ ഇത് ഒരു പ്രത്യേക തരം സ്പെഷ്യൽ നോട്ടീസൊക്കെ വേണ്ട ഒരു റെസൊല്യൂഷനാണ്, ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇവിടെ നമുക്കൊരു സ്പെഷ്യൽ നോട്ടീസ് ടിപ്പിക്കലി 14 to 21 ഡേയ്സ് എങ്കിലും മുന്നേ തന്നെ ഒരു നോട്ടീസൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഈ ഒരു റെസൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എന്ത് റീസൺസിന് വേണ്ടിയിട്ട് എടുക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യേണ്ട കേസ്, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട കേസ്, അല്ലെങ്കിൽ ഒരു ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാണ്. ഇതൊക്കെ നമ്മളൊരു 2 ആഴ്ച മുന്നെങ്കിലും നോട്ടീസ് അടിച്ചിറക്കി എല്ലാവരെയും അറിയിച്ചിട്ട് എടുക്കേണ്ട ഒരു റെസൊല്യൂഷനാണ്. സോ ഇത്തരത്തിൽ 3 ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും ടോട്ടലായിട്ട് എസ്സേക്ക് ചോദിക്കാം, 1 by 1 ആയിട്ട് ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, എങ്ങനെയായാലും ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കമ്പനി സെക്രട്ടറി ആരാണ് എന്നുള്ളത്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഓഫീസറാണ്. സെക്രട്ടേറിയൽ ആൻഡ് മാനേജ്മെൻറ്റ് ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ടും കമ്പനിയുടെ പോളിസിക്കും ബോർഡ് ഇൻസ്ട്രക്ഷൻസിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് കമ്പനി സെക്രട്ടറി. ഈ ഒരു വേർഡ് സെക്രട്ടേറിയസ് എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. മീൻസ് നോട്ടറി ഓർ കോൺഫിഡൻഷ്യൽ ഓഫീസർ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി ആൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടിപ്പിക്കലി എ മെമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ബോഡി, ഒരു പ്രൊഫഷണൽ ബോഡിയുടെ അണ്ടറിൽ വരുന്ന ഒരാളായിരിക്കണം. CA ഒക്കെ കഴിഞ്ഞ ഒരാൾക്കൊക്കെയാണ് കമ്പനി സെക്രട്ടറി ആവാനായിട്ട് പറ്റുക. ദെൻ ആൾക്കൊരു സ്പെസിഫിക് ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിർബന്ധമായിട്ടും വേണം. ഇനി ആളുടെ ലീഗൽ പൊസിഷൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ സെർവൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്,
കമ്പനിയുടെ ഏജൻ്റായിട്ട് കമ്പനിയുടെ ഒരു ഓഫീസറായിട്ടും നമ്മുടെ കമ്പനി സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇയാളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് കമ്പനി റെക്കോർഡ്സും രജിസ്റ്റേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുക, നോട്ടീസൊക്കെ ഇറക്കുക, ദെൻ ഒരു അഡ്വൈസ് ബോർഡ് ഓൺ ഗവേണൻസ് ആൻഡ് കംപ്ലയൻസ് മാറ്റേഴ്സ്. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി അഡ്വൈസ് കൊടുക്കുക, നമ്മുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മീറ്റിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതും കമ്പനി സെക്രട്ടറിയാണ്. ഇനി ആളുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് കമ്പനി റെക്കോർഡ്സും ഇൻഫോർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്യുക ബിഹാഫ് ഓഫ് ദ കമ്പനിക്ക് പകരം ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഒരു വലിയ റോളാണ്. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാനും റെമ്യൂണറേഷൻ റിസീവ് ചെയ്യാനൊക്കെയുള്ള ഒരു റൈറ്റ് നമ്മുടെ കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. ഇനി ആൾക്കുള്ള ലൈബിലിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഓണസ്റ്റിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കണം. അല്ലാത്ത പക്ഷം ലൈബിലിറ്റി ആൾ ഏറ്റെടുക്കേണ്ടി വരും. ആൾ എന്തെങ്കിലും റോങ്ഫുൾ ആയിട്ടുള്ള ആക്റ്റോ എന്തെങ്കിലും ഒമിഷൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒഴിവാക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ അതിനുള്ള ലൈബിലിറ്റീസ് അനുഭവിക്കേണ്ടി വരും. ദെൻ മേ ഫേസ് ക്രിമിനൽ ചാർജസ്, ഫൈൻസ്, പെനാൽറ്റീസ് ഒക്കെ ആൾ എന്തെങ്കിലും മോശമായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ. മുന്നത്തെ ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് ഇനി ഒരു ചാപ്റ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.